താഴേക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോ ഇന്ത്യയിൽ ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ കുറെ സംസ്ഥാനങ്ങളിൽ ഏകനാരി എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്. അവരെന്താന്ന് വെച്ചാൽ വിഡോസിനെയും അല്ലെങ്കിൽ വിവാഹിതരായിട്ട് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കൊന്നും അവിടെ റേഷൻ കാർഡ് പോലും ഇല്ല, അവരെ വീട്ടുകാരെ അംഗീകരിക്കുന്നില്ല, അവർക്ക് പോകാനൊരിടമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അവരെ സംഘടിപ്പിച്ച് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിൽ എനിക്ക് കുടുംബത്തിനകത്ത് ജീവിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ കുടുംബ വ്യവസ്ഥിതിയുടെ ജനാധിപത്യമില്ലായ്മയെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുകയും ഇത്തരം മനോഭാവങ്ങളെ, സ്വാതന്ത്ര്യ ചിന്തകളെ കേരള സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതും പരിഷത്തിന്റെ കടമയാണ്. കാരണം പരമ്പരാഗത ചിന്തകൾക്ക് വിരുദ്ധമായിട്ട് എന്ത് ചിന്തിച്ചാലും അതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു പാരമ്പര്യ ചിന്ത ഇപ്പോഴും കേരള സമൂഹത്തിലുണ്ട്. പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പുരോഗമനക്കാരാണ്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യം വരുമ്പോ ഇപ്പോഴും മലയാളി പഴയ കാലങ്ങൾ തന്നെയാണ് കെട്ടിപ്പിടിക്കുന്നത്. ഈ കാലത്ത് നമുക്ക് പരിഷത്തുകാർക്ക് എങ്ങനെയൊക്കെ മാറി ചിന്തിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. ഒരുപാട് പുതിയ ചിന്തകളും സ്വാതന്ത്ര്യ ബോധങ്ങളും ഒക്കെ വരുമ്പോൾ പോലും ഇന്നും പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. അതിനെ കൂടി നമ്മളൊന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. എന്റെ ശരീരം എന്റെ വ്യക്തിപരമായ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് നിൽക്കേണ്ടതാണ് എന്നും വേറൊരാൾ വേണ്ടെന്ന് പറയുമ്പോഴോ വേറൊരാൾ വേണമെന്ന് പറയുമ്പോഴോ വഴങ്ങി കൊടുക്കാനുള്ളതല്ല എന്നുള്ള ബോധം ഇപ്പോഴും നമ്മുടെ കൗമാരക്കാർക്കിടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു.